അപ്പോൾ മഴക്കാലം തകൃതിമിയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ മഴക്കാലത്തിന് മൺസൂൺ പ്രൂഫ് ചെയ്യാം നമ്മുടെ ബൈക്ക്? അതാണ് ഇന്നത്തെ വിഷയം. അത് ഞാൻ സത്യം പറഞ്ഞ ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം ഞാൻ വണ്ടിയിൽ പണി എൻ്റെ പരിപാടിയല്ല. അപ്പോൾ ഇത് ചെയ്യുന്ന ആള് പോരനാണ്. അല്ല, അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. മൺസൂൺ പ്രൂഫ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് മഴക്കാലത്തിന് വേണ്ടി ബൈക്ക് എങ്ങനെ തയ്യാറാക്കാം, മഴക്കാലത്ത് ഓടിക്കാൻ വേണ്ടിയാണോ സൂക്ഷിച്ചു വെക്കാനാണോ? സൂക്ഷിച്ചു വെക്കല് മഴയിൽ ഓടിക്കുക. ഭൂരിപക്ഷം പേരും കുറെ പേര് കാർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ മഴക്കാലം ആകുമ്പോൾ ബൈക്ക് എടുത്ത് വെച്ചിട്ട് കാർ ഓടിക്കും, കൊണ്ടുപോകാം. കാരണം അതാണ് സൗകര്യം, നനയാണ്ട് പോവാന്നുള്ള ഇതില് മഴയത്ത് ഓടിക്കുക. ഓക്കെ. കാരണം പൊതുവെ കൂടുതലും മഴയത്ത് ബൈക്കിൽ പോകുന്ന ആൾക്കാരായിരിക്കുമല്ലോ. എല്ലാവർക്കും ഇപ്പൊ കാർ ഉണ്ടായിക്കോണമെന്നില്ലല്ലോ. അല്ല, അങ്ങനെയല്ല. പക്ഷെ ഇപ്പത്തെ ഒരു കാലത്ത് കൂടുതൽ പേർക്കും കാറും ഉണ്ട്. അപ്പോ മഴക്കാലം വരുമ്പോ സൗകര്യം നോക്കി നീ അങ്ങനെ ചിന്തിക്കണ്ട, നീ ബൈക്കിനെ പറ്റി ചിന്തിച്ചാൽ മതി. ഓക്കെ. നിനക്ക് എന്തൊക്കെയായിരിക്കണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? മഴയത്ത് ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, അത് മഴയത്തുനിന്ന് മാത്രമല്ല എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വണ്ടീനെ അല്ലെങ്കിൽ വണ്ടിയുടെ പവറിനെ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ വണ്ടി എന്നുള്ളതിനേക്കാൾ ഉപരി ടയറുകളാണ്. ബൈക്കിൽ 2 ടയറാണ് നിലത്ത് തൊടുന്നത്, അതാണ് നമ്മളെ കൊണ്ട് പോകുന്നത്. അപ്പോൾ അത് നല്ലതല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. എത്ര പവറുള്ള ബൈക്കാന്ന് പറഞ്ഞാലും ടയർ പന്നയാണെങ്കിൽ അല്ലെങ്കിൽ പോയിരിക്കുകയാണെങ്കിൽ അത് അപകടമാണ്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ടയർ, നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ ഉള്ള നിലവിലുള്ള ടയറിൻ്റെ ലൈഫും അതേപോലെ കണ്ടീഷനും എന്താന്ന് നോക്കണം. അതാണ് സംഭവം. ഏറ്റവും ആദ്യവും പ്രധാനപ്പെട്ടതായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ടയറാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ടയറിൻ്റെ എന്തൊക്കെയായിരിക്കണം നോക്കേണ്ടത്? അതായത് ഇപ്പോൾ 2 രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് തേഞ്ഞ് തീരുന്ന ടയറുകൾ ഉണ്ടാവും. അതായത് ഓരോരുത്തരുടെ ഉപയോഗം വേരി ചെയ്യുമല്ലോ. ചിലവർക്ക് എന്ന് പറഞ്ഞാൽ ഡെയിലി വണ്ടി ഉപയോഗിച്ച് കിലോമീറ്ററുകൾ കുറേ ഉപയോഗിക്കുന്നതായിരിക്കും. ചിലവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കിലോമീറ്റർ ഓടില്ല, പക്ഷെ കുറേ കാലം അത് കൊണ്ടു നടക്കും. 2 രീതിയിൽ നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ ഒരു ടയറിന് എന്തായാലും ഒരു കമ്പനി ഒരു ലൈഫ് പറഞ്ഞിട്ടുണ്ടാവും. അത് ഇപ്പോൾ എത്രയാണെന്ന് അറിയാത്തവർക്ക് ഇപ്പം ഇറങ്ങുന്ന എല്ലാ ടയറിനകത്തും മറ്റേ TWI എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ടയർ വെയർ ഇൻഡിക്കേറ്റർ. ട്രെഡ് വെയർ ആണോ? അത് ട്രെഡ് വെയർ. അത് തന്നെ. അതായത് അതിന്റെ ആ കട്ടകൾ ഉണ്ടല്ലോ, അതിന്റെ ഇടയിൽ ഒരു ചെറിയ വര കാണും. ആ കട്ടകൾ എത്ര തേഞ്ഞു തീർന്ന് നമുക്ക് ഏതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള സമയം ഈ ടയർ മാറ്റേണ്ടതെന്ന് പറഞ്ഞു തരുന്ന സാധനമാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ഇതുണ്ടാവും, ആ കട്ടകളുടെ ഇടയിൽ ഒരു വര പോലെ. ആ വരയെ തേഞ്ഞു തീരുമ്പോൾ ആ വരയും ഇതും കൂടെ ഒരേപോലെ അല്ലേ, തൊടുമ്പോൾ ഒരേപോലെ ആവണം. തൊടുമ്പോൾ അല്ലാണ്ട് അത് അങ്ങനെ തൊടുമ്പോൾ ഒരേപോലെ ആയി കഴിഞ്ഞാൽ വരയില്ലെങ്കിൽ ടയർ മാറ്റാൻ സമയമായി എന്നാണ് അതിന്റെ അർത്ഥം. വരയില്ലെങ്കിൽ എന്നുള്ളൊരു വര കാണുന്നില്ലെങ്കിൽ, ടയറിൽ നോക്കുമ്പോൾ വര കാണുന്നില്ലെങ്കിൽ അത് തീർന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതെ. അപ്പോൾ മാറ്റാനുള്ള സമയമായി. ഇനി അതല്ല, പൊതുവെ ഒരു ആവറേജ് എനിക്ക് തോന്നുന്നു ഒരു ടയറിന്റെ റബ്ബറിന്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു 3 കൊല്ലം നമ്മൾ ഓടിക്കുന്നതനുസരിച്ചാണ്. അല്ല, നീ പറഞ്ഞോ. അതായത് 3 കൊല്ലം മാക്സിമം 5 റിസ്ക്കിയാണ്. ഒരു 3 കൊല്ലം ഒരു ടയർ ഉപയോഗിക്കുക മാക്സിമം. പോയി കഴിഞ്ഞാൽ 3 കൊല്ലമായിട്ട് ഒരേ ടയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാറ്റുക, അതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് ബൈക്കിൻ്റെ അടുത്ത്. കാറിൽ എനിക്ക് തോന്നുന്നു പിന്നെയും കുറച്ചും കൂടി ഒരു ലൈഫൊക്കെ കിട്ടും, കാരണം വലിയ ടയറാണ്, കുറച്ചും കൂടി ഇതൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഇതൊക്കെ വ്യത്യാസമുണ്ട്. ബൈക്കിൽ എനിക്ക് തോന്നുന്നില്ല അത്രയും ലൈഫ് കിട്ടും ടയറിന്. അതായത് വർഷത്തിൻ്റെ ഇത് നോക്കുമ്പോൾ, കിലോമീറ്റർ അല്ല വർഷത്തിൻ്റെ ആണെങ്കിലും ഇത്രയും കിട്ടും. അപ്പോൾ ഒരു 3 കൊല്ലമൊക്കെ ആയി പഴക്കമുള്ള ടയറാണെങ്കിലും മാറ്റുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ തന്നെ ഒരു അനുഭവം പറയാം. നമ്മുടെ ആക്റ്റീവയിൽ ആദ്യം ഉണ്ടായിരുന്ന ടയർ എനിക്ക് തോന്നുന്നു ആ വണ്ടി അധികം ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു കൊല്ലത്തിനടുത്തായിട്ടാണ് 2500 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിച്ചിട്ടുള്ളൂ. അതിന് മുമ്പ് കുറെ കാലം വണ്ടി കോവിഡിന്റെ സമയത്തൊക്കെ വണ്ടി വെറുതെ 2-2.5 കൊല്ലം വെറുതെ. അപ്പോൾ അതിന് മുമ്പേ 1-2 കൊല്ലം മുമ്പ് മാറ്റിയൊരു സിയറ്റിന്റെ ടയറായിരുന്നു അതിലുണ്ടായിരുന്നത്. ആ ടയർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമുണ്ടെന്ന് തോന്നത്തില്ല, കാരണം കിലോമീറ്റർ അത് ഓടിട്ടില്ല നല്ലതാണ്. പക്ഷെ അത് തൊട്ട് കഴിയുമ്പോൾ നമുക്കറിയാം, സാധാരണ ടയർ തൊടുമ്പോൾ ചെറിയൊരു സോഫ്റ്റ്നെസ് വേണം, അതായത് ആ ഗ്രിപ്പ് നിലനിർത്താൻ വേണ്ടി. ഇതൊരുമാതിരി മരക്കുറ്റി പോലെയായിരുന്നു. ഇത് കാണുമ്പോൾ നമ്മൾ പുറമേ നല്ല വൃത്തി, പക്ഷേ ഇതെന്താന്ന് പറഞ്ഞാൽ ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ ഫ്രണ്ട് അങ്ങ് ഒറ്റ പോക്കങ്ങ് പോകും വണ്ടി കേട്ടോ. ഒരു വശത്തേക്ക് ഒരു പോക്കാണ്, അത് വണ്ടി ഒരു വശത്ത് തന്നെ ഇരുന്നിട്ട് ടയർ അങ്ങനെ അങ്ങ് അമങ്ങിപ്പോയി അവിടെ. അതേപോലെ നമ്മുടെ ഫാമിലിയിലുള്ള ഒരു ആക്സസ് ഉണ്ട്, അതിന് ഇതേപോലെ ആ വണ്ടി വാങ്ങിച്ചപ്പോൾ തൊട്ട് ഉള്ള ടയറാണ്, ഫ്രണ്ട് ടയർ.
അത് എത്ര കൊല്ലം പഴയതായിരുന്നു? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6-7 കൊല്ലം പഴയതായിരുന്നു. അത് 2018 വാങ്ങിയ വണ്ടിയായിരുന്നു. 2018 വാങ്ങിയ വണ്ടി അതിന് കഴിഞ്ഞ കൊല്ലാണ് മാറ്റിയത്. അപ്പോ 7 കൊല്ലം 30,000 കിലോമീറ്റർ ഫ്രണ്ട് ടയർ ഓടി. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂല. നമ്മളേക്കും വണ്ടി ഫ്രണ്ട് വീല് പൊക്കേണ്ട ഫുൾ ടൈം ഓടിയത്. കാരണം അതിന്റെ ത്രെഡൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കും, ഒരു കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഴയത്തൊക്കെ അബദ്ധത്തിൽ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച ഒരു ഒറ്റ പോക്കങ്ങ് പോകും, വണ്ടി നിൽക്കൂല, തെന്നി അങ്ങ് പോകും. അപ്പോൾ ഇതാണ് ഇങ്ങനെ കുഴപ്പങ്ങളുണ്ട് ടയറിന്. അപ്പം നമ്മൾ പുറമെ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് അങ്ങനെയല്ല. ഇത് ഇത്രയും പഴയതാണെങ്കിലും അല്ലെങ്കിൽ കിലോമീറ്റർ കുറേ ആയതാണെങ്കിലും മഴക്കാലം ആവുന്നതിന് മുമ്പ് മാറ്റുക. കാരണം നമ്മൾ റിസ്ക് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഞാൻ ചിന്തിക്കുന്ന പകുതിയിൽ കുറവ് ട്രെഡ് ഇല്ലെങ്കിൽ മാറ്റുന്നതാണ് എപ്പോഴും നല്ലത്. എല്ലാവരും കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ഏറ്റവും നല്ല ഒരു ചെയ്യാൻ പറ്റിയ ഒരു പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ പകുതിയിൽ കുറവാണ് കാണുന്നതെങ്കിൽ മാറ്റുക. ടയർ മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് മഴക്കാലം മാറുമ്പോൾ മറ്റേ ടയർ ഇട്ട് ഉപയോഗിച്ച് ഇതാക്കി കഴിഞ്ഞിട്ട് അടുത്ത മഴക്കാലത്ത് മറ്റേ എന്തായാലും 3 കൊല്ലത്തേക്കൊക്കെ ടയർ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ ടയർ നമ്മൾ റോഡുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉള്ള സാധനമാണ്. നമ്മൾ ട്രെഡെല്ലാം പോയി നല്ല മിനുസായിട്ട് കണ്ണാടി പോലെ ഇരിക്കുന്ന സാധനം ഓടിച്ചിട്ട് കിടക്കുന്ന പറയുമ്പോൾ റോട്ടിലാണിപ്പോൾ പായലും പിന്നെ അതേപോലെ വണ്ടിയിൽ നിന്നുള്ള എഞ്ചിൻ ഓയിൽ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടാകും. ഇതിന് ഗ്രിപ്പ് കിട്ടിയില്ല, തെന്നിയൊരു പോകം പോകും. റോട്ടിൽ തെന്നിയുള്ള അവസ്ഥ അറിയാലോ. നല്ല ചിരണ്ടി എടുത്ത് തൊലിയെല്ലാം ചിരണ്ടി അങ്ങ് പോകും. അപ്പോൾ ടയറിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് നോക്കട്ടെ. നിൻ്റെ അഭിപ്രായത്തിൽ അടുത്ത എന്തായിരിക്കണം? ടയർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ വരുന്നത്? പിന്നെ ഉള്ളത് എന്താണ്? വണ്ടിയിൽ നിന്നാണല്ലോ അല്ലേ? മൊത്തത്തിലാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തില് മഴക്കാലത്ത് ഒരു നല്ലൊരു റെയിൻ കോട്ട് വാങ്ങുക. അതായത് ഫുൾ റെയിൻ ഗിയർ വാങ്ങാൻ നോക്കുക. അതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തില്. നമ്മുടെ ഇപ്പോൾ ഈ മഴക്കാലം ആകുമ്പോൾ ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ട്, മറ്റേ 100 രൂപയുടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം ഇപ്പോൾ കിട്ടുമല്ലോ. അതാണ് പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ എഫക്റ്റീവാണ്. പക്ഷെ അതല്ല ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കുറച്ചും കൂടെ ഒരു നല്ല പ്രോപ്പർ ആയിട്ടുള്ള അതൊരു നല്ല ഇതാണ്, വർക്കിംഗ് ആണ്. പക്ഷെ അത് സ്കൂട്ടറിൽ പോകുന്നവർക്കാണ് അതും പക്ക വർക്കിംഗ് നമുക്ക് പറയാൻ പറ്റില്ല. കാറ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പൊന്തി ഇങ്ങോട്ട് തെറിച്ചൊക്കെ വരും. അതൊരു പ്രോപ്പർ ഇതല്ല. പക്ഷെ അതിൻ്റെ പാൻറ്റുള്ള ടൈപ്പ് ഉണ്ട് കേട്ടോ, പാൻറ്റുള്ള ടൈപ്പ് ഉണ്ട്. എന്നാലും ഞാൻ പറയുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഉപയോഗിക്കാം. മഴക്കാലത്ത് മാത്രം എടുത്താൽ മതി. 2000 രൂപയാവും ഒരു യാത്ര പോകുമ്പോൾ. ഇപ്പോൾ നമ്മൾ ഇവിടെ പുതിയ സീൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന് വാങ്ങിച്ചിട്ടുണ്ട്, കോട്ടും പിന്നെ ഇതും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ അത്രയും ക്വാളിറ്റി ഉണ്ടെന്ന് ഉദ്ദേശമല്ല. കാരണം ആ റൈനോക്സിന്റെ, ഞങ്ങൾ കാസർഗോഡ് റൈഡ് വന്ന നേരത്ത് റൈനോക്സിന്റെ 2 റെയിൻ കോട്ട് മാത്രത്തെ 1500 രൂപ കണ്ടോ ഒരെണ്ണത്തിന് വാങ്ങി. 1200 ഇത്രയും പന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അത് എനിക്കൊന്ന് കോട്ട് എനിക്ക് മനസ്സിലായി. അത് ചെറിയ ചാറ്റമഴ എന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റിയൊരു സാധനമാണ്. ഈ പെരും മഴയത്തൊക്കെ ഓടിക്കുന്ന സമയത്ത് അതിനകത്ത് എന്താന്ന് പറഞ്ഞാൽ ആ സാധനത്തിൽ വെന്റിലേഷൻ ഉണ്ട്. അപ്പം ഈ വെന്റിലേഷനിലൂടെ മടങ്ങി ആ സാധനം ചുരുണ്ട് കയറിയിട്ട് ഉള്ളിലേക്ക് വെള്ളം കയറുകയാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. അതായത് അന്ന് ഞങ്ങൾ പോയിട്ട് അതിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉള്ളിൽ മൊത്തം ഞങ്ങളുടെ കോട്ടും എല്ലാം നനഞ്ഞ് തീരുമാനമായിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നനഞ്ഞ് ചണ്ടിയായിട്ടാണ്. അപ്പോൾ ഒരു നല്ല കൃത്യമായിട്ടുള്ള ഒരു ആ സീലിന്റെ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അന്ന്? പക്ഷേ എന്താണല്ല അതിൻ്റെ കയ്യിൻ്റെ ഇവിടേക്ക് വെള്ളം ഞാൻ കാണുന്നുണ്ട്. അതിന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറുന്ന വെള്ളമാണോ എന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ടൈറ്റ് ചെയ്യാനുണ്ട്, പക്ഷേ എപ്പം ഞാൻ പോയപ്പോൾ ഇവിടെ ഇത്രയും ഭാഗത്ത് മാത്രമേ വെള്ളം കാണുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇവിടുന്ന് തെറിച്ച് കയറിയതായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അത് നല്ല ടൈറ്റാണ്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം വെന്റിലേഷൻ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടായിരിക്കും കുറച്ചു നേരം കഴിയുന്നത്. അല്ല മഴയത്ത് നല്ല സുഖം കിട്ടും. അതാ, പക്ഷേ വെന്റിലേഷൻ ഉള്ളത് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം വെന്റിലേഷൻ ഉള്ളത് നടക്കൂലല്ലോ. അല്ല, പൊതുവെ ഈ റെയിൻകോട്ടുകൾ വെന്റിലേഷൻ ഉള്ള റെയിൻകോട്ട് വൈറ്ററയുടെ ഒക്കെ അതെങ്ങനെ വെന്റിലേഷൻ എങ്ങനെ നടക്കുക? അതെന്താന്ന് പറയാ, എയർ പോയി ഉള്ളിലോട്ട് എയർ കയറി ഇറങ്ങി പോകാൻ വേണ്ടി. അല്ല, എയർ കയറുമ്പോൾ വെള്ളം കയറൂല ഇതിന്റെ അകത്ത് കൂടെ. അതാണ് പറഞ്ഞത്. ചിലത്തിന് അങ്ങനത്തെ ഈ വൈറ്ററയുടെ അത് നല്ലതെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല അങ്ങനത്തെ ടെക്നോളജി എന്താന്ന് എനിക്കറിയില്ല. എന്റെ ലോജിക്കിൽ ഇതാണ്. കാരണം എന്തേലും കയറാനുള്ള ഒരു സ്ഥാനം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കയറും. പക്ഷെ ഈ വൈറ്ററയുടെ ഞാൻ കേട്ടത് വൈറ്ററയുടെ ആണ് അങ്ങനത്തെ ഉള്ള നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും നല്ല
അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഇൻവെസ്റ്റ് ചെയ്യും. എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കുറഞ്ഞ ഈ സീലിന്റെ മതി. അത് തന്നെ എനിക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്. കാരണം നല്ല അത് വാങ്ങുകയാണെങ്കിൽ പിന്നെ കാലങ്ങളോളം ഉപയോഗിക്കാം. കാരണം അതിന്റെ പാൻറ്റും നല്ലതാണ്. എല്ലാം മറ്റേ ഇത് വെൽഡ് ചെയ്ത സീമാണ്, മറ്റെന്താ പ്ലാസ്റ്റിക് വെൽഡ് ചെയ്ത സീമുകൾ. ഇപ്പം എന്താന്ന് പറഞ്ഞാൽ വെള്ളം ഉള്ളിലോട്ട് കയറില്ല. പിന്നെ ആകെ എന്തെങ്കിലും കുഴപ്പമില്ല ഉപയോഗിച്ച് ആ വെൽഡ് പോകാനാണ് സാധ്യതയുള്ളത്. എങ്ങനെയുള്ളൊരു 3 വർഷം കിട്ടണം. 3 വർഷത്തിൽ കൂടുതൽ എന്തായാലും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് എന്തായാലും അതിൻ്റെ ഇത് മടങ്ങി നമ്മൾ കയറ്റി ഇറക്കം ചെയ്യുമ്പോൾ ആ വെൽഡ് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അതിന് പോവുകയാണെങ്കിൽ അത് ചെയ്യാനായിട്ട് എന്താ ഗുണമെന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ സിലിക്കോൺ അല്ലല്ലോ, ആ ഗ്ലൂ ഗണ്ണിൻ്റെ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ മറ്റേ നമ്മൾ ഈ സൈഡൊക്കെ സീം ചെയ്യുന്ന സാധനം വാങ്ങാൻ കിട്ടും. അത് വെച്ചിട്ട് തിരിച്ച് തൽക്കാലത്തേക്ക് ഒപ്പിച്ച് 3 കൊല്ലമൊക്കെ നമ്മൾ 2000 രൂപയുടെ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മതി, അത് മുതലായി. കാരണം അതൊക്കെ പോകണമെങ്കിൽ നമ്മൾ അത്രയും ദൂരം കവർ ചെയ്യണം അത് ഉപയോഗിച്ചാൽ. സ്ഥിരം ഉപയോഗിക്കുന്നതല്ല. എന്നും മഴക്കാലത്ത് എന്ന് പറയുമ്പോൾ ആകെ കുറച്ച് മാസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ അത് നടക്കും. പിന്നെ അടുത്തത് ഇനി എന്തായിരിക്കും അടുത്തത്? ഇത് എന്നോടെല്ലാം ചോദിക്കുന്നേ അല്ല, ഞാൻ എന്നോട് അതെന്താണെന്നറിയോ, ഞാൻ സത്യം പറഞ്ഞ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല ഇങ്ങനെ. പിന്നെ പൊന്നന്റെ സൈഡിൽ നിന്ന് പറ, അതായത് പൊന്നന്റെ ഒരു അഭിപ്രായത്തിൽ അടുത്ത മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വണ്ടിയുടെ ചെയിൻ ഡ്രൈവാണ്. ബൈക്കിലാണ്, ബൈക്കിന്റെ സ്കൂട്ടറിലും അല്ലെങ്കിൽ ഈ ബെൽറ്റ് ഡ്രൈവ് ഉള്ള വണ്ടികളിലായിരിക്കില്ല ചെയിൻ ഡ്രൈവ്. അതായത് ബൈക്കിലാണ് ചെയിൻ ആണ് നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയാണ് ചെയിൻ സംരക്ഷിക്കുക മഴക്കാലത്ത്. എങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ക്ലീൻ ആക്കുക, ലൂബ് ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? പക്ഷെ എൻ്റെ ഒരു സംശയം ഇതാണ്, അവിടെ ഞാൻ ഈ അടുത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സാധാരണ വെള്ളം തട്ടിയാലൊന്നും ഈ ചെയിനിൽ തുരുമ്പ് വരില്ല പൊതുവെ. ഇത് ഈ ചെളിയുള്ളതോ അല്ലെങ്കിൽ ചെളി പിടിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ് ഈ ഇത് തുരുമ്പ് എടുക്കുക. ഉപ്പ് കലർന്ന വെള്ളമൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, അതായത് നമ്മള് ഈ മഴക്കാലത്ത് വണ്ടി ലൂബ് ചെയ്ത് വെക്കണോ, ക്ലീൻ ചെയ്താൽ പോരെ? എപ്പോഴും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്താൽ പോരെ? വെറുതെ ലൂബ് ചെയ്തതിന്റെ ഇത് ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ലൂബ് ചെയ്യുന്ന എന്താ പറയുക, ഇന്നത്തെ കാലത്ത് ചെയിൻ ഒരിക്കലും നമ്മൾ ലൂബ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം അത് ഫാക്ടറിയിൽ നിന്ന് അതിൻ്റെ ലിങ്കിൻ്റെ ഉള്ളിൽ ഇത് കയറ്റി സീൽ ചെയ്തിട്ടാണ് ചെയിൻ വരുന്നത്. ആ നമ്മൾ ലൂബ് ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യത്തിനാണ്. ഒന്ന്, നമ്മൾ ലൂബ് ചെയ്തില്ലെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ഈ സ്പ്രോക്കറ്റ് തേഞ്ഞ് തീരും. അപ്പം മെക്കാനിക്കൽ ഫിക്ഷൻ കാരണം സ്പ്രോക്കറ്റ് തേഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു താൽക്കാലിക ഒരു തടസ്സത്തിന് വേണ്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറയുക, ചെയിൻ്റെ ലിങ്കുകൾ എപ്പോഴും എയറിനോട് എക്സ്പോസ് ആയിട്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് അതിനെ അത് തുരുമ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂബ് ചെയ്യുന്നത്, ലൂബ് ചെയ്ത് വെക്കുന്നത്. അതായത് തുരുമ്പിച്ച് ചെയിൻ നാശാവുന്നതിന് മുന്നേ. കാരണം നമ്മുടെ ചെയിനുകൾക്കെല്ലാം ഫാക്ടറി ആയിട്ട് മറ്റേ ഉള്ളിൽ ലൂബ് ചെയ്ത് വരുന്ന ചെയിനുകളാണ്. അപ്പൊ അത് സ്മൂത്തായിട്ട് കറങ്ങിക്കോളൂ. എന്ത് എക്സ് റിങ്ങളോ അങ്ങനെ എന്തോ നമ്മുടെ ഇവിടെ പൊതുവെ വണ്ടികളുള്ള ഓറിംഗ് ആണ്. അതൊക്കെ XW ഒക്കെ വരുന്നത് വില കൂടിയ അങ്ങനെ എന്തൊക്കെയോ ഇതാണ്. എന്തായാലും ഓറിംഗ് ഉള്ള സീൽ ചെയ്തിട്ടുള്ള ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയിൻ അല്ല ലൂബ് ചെയ്യുന്നത്, നമ്മൾ ആ സ്പ്രോക്കറ്റ് ഉള്ള ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഓഫ് റോഡ് പോകുന്ന സമയത്ത് ചെയിൻ ലൂബ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ല. ഓഫ് റോഡ് കൂടുതൽ ചെയ്യുന്ന ആൾക്കാർ ചെയിൻ ലൂബ് ചെയ്ത് എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ സാധനം ചെള്ളയും ചരലും എല്ലാം ഇതിൽ പിടിച്ച് വെക്കും. എന്നിട്ട് ഈ സീല് പൊട്ടാനോ അല്ലെങ്കിൽ സ്പ്രോക്കറ്റ് പെട്ടെന്ന് തേഞ്ഞ് തീർക്കാനോ സമയം, അതായത് സാൻഡ് പേപ്പർ പോലെ വർക്ക് ചെയ്യും. അപ്പം മഴക്കാലത്ത് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹൈ അഡീസീവായിട്ടുള്ള ചെയിൻ ലൂബുകളൊക്കെ, അതായത് വെള്ളം പറ്റിപ്പിടിച്ചിരിക്കാതെ ചെയിനിനെ കവർ ചെയ്ത് പൊതിഞ്ഞ് നിൽക്കുന്ന ഇത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഇതാണ് കുറച്ച്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കണം. ഹൈ അഡീസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മാത്രമല്ല, അതേ സാധനത്തിന് ചെളിയേം പിടിച്ചു നിർത്താനുള്ള കഴിവ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു 500 കിലോമീറ്റർ കൂടുമ്പോൾ ശ്രദ്ധിക്കില്ല. അപ്പൊ 500 മുമ്പേ മാറ്റേണ്ടി വരില്ലേ? പൊതുവെ എല്ലാവരും 500 കിലോമീറ്ററാണല്ലോ ലൂബ് ചെയ്യുക. 500 കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴേക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് അത്രയൊക്കെ ആവുള്ളൂ. ചെളി പിടിച്ച് നിൽക്കാൻ അത്രയൊക്കെ ദൂരം ഓടണം ഒരു ആവറേജ്. അതുകൊണ്ട് മിക്ക മാനുഫാക്ചേഴ്സ് 500 കിലോമീറ്റർ ആണ് ആവറേജ് പറയുന്നത്. അവർ വെറുതെ കാണാണ്ട് എല്ലാവരും ഒരേപോലെ 500-ൽ എത്തൂലല്ലോ. അവരെന്തായാലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണമല്ലോ. ഇനി എനിക്ക് പെട്ടെന്ന് ഇപ്പൊ ഇതിന്റെ ഇത്രയല്ലേ ഉള്ളൂ? ഏത് ചെയിൻ? അതാണ് അടുത്തത് ചെയിനാണ് പറയാൻ. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നൊരു കാര്യം, കാരണം ഇപ്പൊ E20 E85 ഒക്കെ സമയമാണല്ലോ. അപ്പോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച്
വണ്ടിയിലൊരു 80% ഫ്യൂവല് നിലനിർത്തുന്നത് ഒരു നല്ല തീരുമാനമായിരിക്കുമോ? കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്, അത് പല പെട്രോൾ പമ്പിൽ നിന്നും ആൾക്കാർക്ക് അനുഭവമുണ്ട്. അതായത് പെട്രോള് ഇതിൽ വാങ്ങിച്ചു നോക്കുമ്പോൾ പകുതിയും വെള്ളമാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പെട്രോൾ പമ്പുകാർ അതിൽ വെള്ളം ചേർക്കുന്നതുകൊണ്ടല്ല. കാരണം പലരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാരണം അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം അത് മിക്സ് ആവത്തില്ല, രണ്ട് ഇതിലുള്ള സാധനമാണ്. ഇതെന്താ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ E20 ഈ എത്തനോളിൻ്റെ മിക്സ് അത് ഭയങ്കര വെള്ളത്തെ ആകർഷിക്കുന്ന ഒരു സാധനമാണ്, മോയ്സ്ചർ അബ്സോർബാണ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിനൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെറുതെ നിൽക്കുവാണെങ്കിൽ അത് അവിടെയൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ പതിയെ അതിനെ വലിക്കാൻ തുടങ്ങും ഈ അന്തരീക്ഷത്തിൽ നിന്ന്. അതിനെന്തോ ഫേസ് ഷിഫ്റ്റിംഗ് അങ്ങനെ എന്തോ ഒരു ഇതാണ് വലിക്കാൻ തുടങ്ങും. അപ്പോൾ പലർക്കും വണ്ടിയിൽ നിന്നൊക്കെ ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു, ഒരു 210 പുതിയ വണ്ടി, അതായത് ജൂലൈ 1 വാങ്ങിച്ച വണ്ടി 3 സ്റ്റാർട്ട് ആവുന്നില്ല. വീഡിയോ ഉണ്ടായിരുന്നോ? പെട്രോൾ അതിനകത്ത് നിന്ന് എടുത്ത് നോക്കുമ്പോൾ പെട്രോളിൽ പകുതി മുക്കാലും വെള്ളം. അതായത് അത് E20 വണ്ടിയാണ് എന്നിട്ട് പോലും. അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാൽ ഈ ടാങ്കുകളൊന്നും മറ്റേ ഈ പെട്രോൾ പമ്പുകാർ ഇപ്പൊ എപ്പോഴും സ്ഥിരം റീഫിൽ ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പൊ ചെറിയ ഒറ്റപ്പെട്ട പമ്പുകൾ. അതെ. അപ്പൊ അവര് വെച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ ടൗണുകളിലുള്ള പമ്പ് എന്ന് പറഞ്ഞാൽ അവർ ഇടയ്ക്കിടയ്ക്ക് റീഫിൽ ചെയ്തോളൂ. കാരണം വണ്ടികൾ സ്ഥിരം വന്നിട്ട്. ഇത് അല്ലാത്ത പമ്പുകളിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം വെറുതെ കിടക്കണം. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇത് ഈർപ്പത്തെ ആകിരണം ചെയ്ത് വെള്ളത്തിന്റെ അംശം പെട്രോളിൽ കൂടും. അതിപ്പോ അവരെയും പറഞ്ഞിട്ട് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞതാണ് ഇതിന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അധികം ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഫുൾ ടാങ്ക് അടിച്ചു വെക്കുക. കാരണം എയർ കയറാൻ പറ്റാത്ത രീതിയിൽ വെക്കും നിർത്തിയിടുകയാണെങ്കിൽ. പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഫ്യൂൽ സ്റ്റെബിലൈസേഴ്സ് ഉപയോഗിക്കുക. ഈ എത്തനോളിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാലും ഈ വെള്ളം അത് ഉപയോഗിച്ച് എന്താ പറഞ്ഞാൽ ഇതിനെ കുറെ ഒരു പരിധി വരെ ഇത് തടഞ്ഞു നിർത്തും. വെള്ളത്തെ വലിക്കൽ എത്തനോളിന്റെ വെള്ളം അതാണ് ഇതിനെ ഫ്യൂൽ സ്റ്റെബിലൈസേഴ്സ് ചെയ്യുന്നത്. വെള്ളം വലിച്ചെടുക്കുന്നതിനെ അതായത് ഫേസ് ഷിഫ്റ്റിങ് നടക്കാതെ തടഞ്ഞു നിർത്തും. അതാണ് സംഭവം. അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ അതിനെനിക്ക് തോന്നുന്നു ഇപ്പോൾ എന്ത് വില വരും എന്നത് സാധനത്തിനൊക്കെ ഒരു എനിക്ക് തോന്നുന്നു മറ്റേ ഒരു ഡോക്ടർ ഫ്യൂലോ അങ്ങനെ എന്തോ കഴിഞ്ഞാൽ അവര് 250 ലിറ്ററോ 300 ലിറ്ററിനെങ്ങാണ്ട് ഉപയോഗിക്കാൻ പാകത്തിന് കിട്ടും. അത്രയും ഇതിന് കിട്ടും. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഭൂരിപക്ഷം പേരും ഉപയോഗിക്കുന്ന വണ്ടികളിൽ ഇവൻ ഈ വീട്ടിൽ തന്നെ ആകെ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ E20 കമ്പാറ്റബിൾ ആയിട്ടുള്ള വണ്ടി, ബാക്കിയൊന്നുമില്ല. ഞങ്ങൾ ഈ സാധനം ഫ്യൂൽ സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്നില്ല, അത് വേറൊരു കാര്യം. ഉപയോഗിക്കണം ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല നമ്മുടെ വണ്ടിയിൽ. കുറച്ച് നാളായിട്ട് വിചാരിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സാധനം ഒന്ന് പരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പലരും അത് പറയുന്നുണ്ട്. കാരണം വേറൊരു ഓപ്ഷൻ ഇല്ല നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുള്ള വണ്ടികളെല്ലാം കൊടുത്തിട്ട് നമുക്ക് പുതിയ വണ്ടി വാങ്ങലൊരു നടപടിയാവുന്നതല്ല അത് ഇതിനു വേണ്ടി. കാരണം എന്താന്ന് പറഞ്ഞാൽ അടുത്തത് E85 വരും. അപ്പോൾ E20 ഉള്ള വണ്ടികളും വെറുതെ ആയി പോകും. അപ്പോൾ എന്താ പറയുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ കുറേ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഉള്ള വണ്ടികളെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി. അല്ല അതേ നടക്കുള്ളൂ. ഒരു സെക്കൻഡേ, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചാൽ അത് എൻ്റെ കയ്യിൽ നിന്ന് കാണുന്നില്ല. പിന്നെ എനിക്ക് അപ്പോൾ അത് വേണ്ട, പൊന്നെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ. ഓക്കെ. അതായത് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് തോന്നുന്നു ഈ നമുക്ക് നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഫുൾ ഫേസ് ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ നോക്കുക മാക്സിമം. അത് എന്ത് ഇതിനാണേലും പരമാവധി നമ്മൾ ചെറിയ യാത്രയൊക്കെയാണ് ഹാഫ് കുഴപ്പമില്ല, അല്ലാത്തവല്ല ഫുൾ ഫേസ് നമ്മുടെ സേഫ്റ്റിക്കാണ് ഫുൾ ഫേസ് നല്ല ഹെൽമെറ്റ് യൂസ് ചെയ്യുക. അതല്ല ഞാൻ പറയാൻ വന്നത്, ഇത് മഴക്കാലത്ത് ഈ ഹെൽമെറ്റിൽ 2 സാധനം യൂസ് ചെയ്യണം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം തട്ടിക്കിടക്കാതിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഫിലിമൊക്കെ നമുക്ക് ആമസോണിൽ വാങ്ങാൻ കിട്ടും. അങ്ങനത്തെ ഒരു, അതായത് ഇതിൻ്റെ ഉള്ളിൽ തെന്നി പോകും. മറ്റേ പിടിച്ചു വെക്കാത്ത, അതായത് വെള്ളത്തെ പിടിച്ചു നിർത്താത്ത വാട്ടർ റിപ്പല്ലന്റ് ആയിട്ടുള്ള ഫിലിമുകൾ. അത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ആ സാധനം വെക്കുന്നത്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് വണ്ടി ഓടിച്ചോണ്ടിരിക്കും ഇങ്ങനെ വെള്ളം തുടച്ചാലൊന്നും പോവില്ല. ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ട് തേച്ച് വെക്കുന്നേ ഉള്ളൂ. അപ്പൊ അതിലും നല്ലത് അങ്ങനെ. പിന്നെ പറഞ്ഞാൽ പിൻലോക്ക് വേറെ സിസ്റ്റമാണ്. അതായത് ഫോഗ് കയറാതിരിക്കാൻ വേണ്ടി നമ്മളിത് അടച്ചു വെക്കുമ്പോൾ പുറത്ത് തണുപ്പും അകത്ത് നമ്മുടെ ശ്വാസം എല്ലാം ചൂടുമാവും. അപ്പൊ നമ്മൾ ശ്വാസം എടുക്കുന്നതോറും
ചില സമയത്ത് ഫുൾ ഫേസ് ആണെങ്കിൽ ഇത് കോട കയറാൻ തുടങ്ങും. അപ്പോൾ അതൊരു റിസ്കി ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അത് തടയാൻ വേണ്ടി പിൻലോക്ക് വൈസറുകളുള്ള ഹെൽമെറ്റുകൾ വാങ്ങാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. അതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഉണ്ടോ അതിന് സാധാ ഹെൽമെറ്റിൽ? അല്ലാണ്ട് ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ പറ്റിയ ഒരു കാര്യം അതായത് എത്ര ഇതാവുമെന്ന് അറിയില്ല. മറ്റേ സിലിക്കോൺ ജെല്ലില്ലേ, സിലിക്ക മറ്റേ ഇതില്ലേ നമ്മൾ സാധനങ്ങളുടെ കൂടെ കിട്ടുന്ന അതൊരു നടക്കൂല, ഒരു പരിധി വരെ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹെൽമെറ്റ് സൈഡിൽ വെച്ച് തോന്നുന്നില്ല അത് നടക്കൂന്ന്. അതാരും അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതാണ് പിൻലോക്ക് വൈസർ. അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ വെള്ളം ഈ വൈസറിലാവുന്നത് ഭൂരിപക്ഷം പേർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടായിരിക്കും. ഭൂരിപക്ഷം എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടായിരിക്കും. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ ആമസോണിലൊക്കെ കിട്ടുമായിരിക്കും. അത് അടിച്ചുകൊടുത്ത ഹെൽമെറ്റ് വാട്ടർ റെസിസ്റ്റന്റ് ഫിലിം എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ മതിയാവും. അത് ആ സാധനം ഞാൻ മറ്റേ ബാൻഡിഡോസിന്റെ ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഹെൽമെറ്റിൽ ഒട്ടിക്കുന്നത്. അപ്പൊ അതൊരെണ്ണം വാങ്ങിച്ച് ഒട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രശ്നം. പിന്നെ ഇപ്പൊ ഇറങ്ങുന്ന പുതിയ മിക്ക ഹെൽമെറ്റ് വൈസറുകളും അങ്ങനത്തെ ഈ വെള്ളം റിപ്പൽ ചെയ്യാൻ കഴിവുള്ള ഒരു കോട്ടിങ് അടിച്ചിട്ടാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അല്ല അതില്ലാതെ ഇപ്പൊ ഉപയോഗിച്ച് പോരുന്നവർക്ക് അപ്പൊ ഇങ്ങനത്തെ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, ഇനി ഇപ്പൊ അടുത്തത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബ്രേക്കാണ് പ്രധാനപ്പെട്ട സാധനം. ബ്രേക്ക് നമ്മൾ ടയർ പോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു സാധനമാണ് ബ്രേക്ക്. ബ്രേക്ക് എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലരും ബ്രേക്ക് പാഡ് ഉള്ള വണ്ടികൾ അതൊന്നും നോക്കാറ് പോലും ഇല്ല. ബ്രേക്ക് പാഡ് എന്തോരുണ്ട് ഇല്ല. എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രേക്ക് പാഡൊക്കെ തേഞ്ഞ് തീരാറായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെളി കൂടെ ഓടിക്കുന്ന സമയത്ത് ഇതിൽ വെള്ളവും ചെളിയും പൊടിയെല്ലാം ചരലെല്ലാം കയറി നിന്നിട്ട് നമ്മൾ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ പാഡ് വർക്കാവില്ല. ഇത് മറ്റേ ഇതിൻ്റെ പുറത്ത് ഡിസ്കിൻ്റെ പുറത്ത് തെന്നി കളിക്കാൻ തുടങ്ങും. അപ്പോൾ ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്യണം. ബ്രേക്ക് പാഡ് നോക്കാൻ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഡിസ്കിൻ്റെ സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എത്ര കട്ടയുണ്ടെന്ന്. അതും ഇതേപോലെ തന്നെ പകുതിയിൽ കുറവാണ് കാണുന്നതെങ്കിൽ പുതിയത് വാങ്ങിയിടാന്ന്. അല്ല, ഞാൻ പറയുമ്പോൾ ഇതാണ്, എന്താ പറയുക, കുറേ ആയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മഴക്കാലം വരുന്നതിന് മുമ്പ് മാറ്റുക. അത് പൊതുവെ ഭൂരിപക്ഷം ബൈക്കുകൾക്കും വലിയൊരു ചിലവില്ല. 500 രൂപയ്ക്ക് താഴെ രണ്ടും മാറ്റാനാവത്തുള്ളൂ. സംഭവം മാറ്റാൻ നമ്മൾ വണ്ടി പോകുന്നത് പോലെ തന്നെ എത്രയും പ്രധാനപ്പെട്ടാണ് വണ്ടി സേഫായിട്ട് പിടിച്ചു നിർത്തുക എന്നുള്ളത്. ഇപ്പോൾ ടയർ പിടിച്ചു നിർത്താൻ ടയറിന് ഗ്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും ബ്രേക്ക് ഇല്ലെങ്കിൽ ഉരുണ്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നതാണ് പകുതിയിൽ കുറവ് കാണുകയാണെങ്കിൽ മാറ്റുക. പിന്നീടത്തേക്ക് നിൽക്കണ്ട. പിന്നീട് ആ പാഡ് എന്തായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് എന്തായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പാഡ്. പക്ഷെ പകുതിയിൽ കുറവ് കാണുകയാണെങ്കിൽ അതങ്ങ് മാറ്റിയേക്കുക. വണ്ടി പിടിച്ചു നിർത്താൻ പറ്റിയില്ലെങ്കിൽ മഴയത്ത് നല്ല രസമായിരിക്കും. മറ്റേ എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ ഓർമ്മ വന്നത്, പെട്ടെന്ന് എന്താണെന്നറിയില്ല, ആ ഒരു വീഡിയോ ഇല്ല, 2 കപ്പിൾ ഒരു ഹിമാലയനിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ മഴയത്ത് പോകുമ്പോൾ പെട്ടെന്ന് എന്താ പറ്റുന്നതല്ല, എനിക്ക് തോന്നുന്നു ഒരു ഹൈഡ്രോപ്ലെയിനിങ് സംഭവിക്കുന്ന എന്ത് തോന്നുന്നു. അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകുക, കണ്ടിട്ടുണ്ടോ വീഡിയോ? അത് പഞ്ചറായെന്നല്ലേ? പഞ്ചറാവുന്നതാണ്. അത് മഴയത്ത് ഓടിച്ചിട്ട് പോകുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് തെറിച്ചു വിട്ടാ പുള്ളി ഇങ്ങനെ ആ പുള്ളിക്കാരിയുടെ ഹെൽമെറ്റ് ഇങ്ങനെ പിടിക്കുന്ന തെന്നി പോകുമ്പോ തലയുടെ ഇവിടെ അല്ലല്ലോ, അത് വേറെ. അത് ഹിമാലയനല്ലല്ലോ, അത് പുറത്തെ വീഡിയോയാണ്. നീ പറഞ്ഞ രണ്ട് സംഭവം നീ ഒരുമിച്ച് ആക്കിയതാ. ആണോ? നീ ഇങ്ങനെ പോകുന്ന എന്താണ്, അത് പഞ്ചറാവുന്നു, ബാക്ക് ടയർ പോകുന്ന. അതൊരു മഴയത്ത് തെന്നി പോകുന്ന, അത് പുറത്തെ എവിടെയാണ്. വണ്ടി ഓടിച്ചാൽ തെന്നി ഇറങ്ങി അങ്ങ് പോകും. ഇവരെന്തെന്ന് പറയുമ്പോ ആ പെണ്ണിനെ പിടിച്ച് വലിച്ചു എന്നിട്ട് ഇവര് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. അത് മഴയത്തെങ്ങാണ്ട് ഞാൻ എന്റെ ഓർമ്മ അതാണ്, മഴയത്ത് ഇങ്ങനെ പോകുമ്പോ ഹൈഡ്രോപ്ലെയിനിങ് എന്ന് പറഞ്ഞത്, അതായത് വെള്ളത്തിന്റെ മേലെ കൂടെ വണ്ടി അങ്ങ് പോകുമ്പോ ഫ്രിക്ഷൻ ഇല്ലാണ്ടാവുമ്പോ കൺട്രോൾ പോകുന്നത്. വെള്ളം കൂടുതൽ ടയറിന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്നേക്കാൾ കൂടുതൽ വെള്ളം ആകുമ്പോഴാണ് ഹൈഡ്രോപ്ലെയിനിങ് സംഭവിക്കുന്നത്. അപ്പൊ എന്താന്ന് പറയുക, വണ്ടി പതുക്കെ ഇതായിട്ട് ഫ്രിക്ഷൻ കുറയുമ്പോൾ എന്താണെന്ന് ഊഹിക്കാലോ, തെന്നിപ്പോവും. പിന്നെ എനിക്ക് മഴക്കാലത്ത് വണ്ടി ഓടിക്കുമ്പോൾ പറയാനുള്ള കാര്യം, നമ്മൾ ആവറേജ് ചെയ്യുന്ന ഒരു സ്പീഡിൽ നിന്ന് ഒരു 10-20 കിലോമീറ്റർ കുറച്ച് ആവറേജ് ചെയ്യാൻ മാക്സിമം നോക്കും. വളരെ സാവകാശം ഓടിക്കും. അതായത് എല്ലാവർക്കും തിരക്കും കാര്യങ്ങളും ഉണ്ട്, പക്ഷെ നമ്മുടെ ജീവനെക്കാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെക്കാട്ടിലും നമ്മുടെ ശരീരത്തെക്കാട്ടിലും വലുതല്ല ഒരു എന്താ പറയുക മറ്റുള്ള കാര്യങ്ങളും. ഒരു 5 മിനിറ്റ് കുറഞ്ഞു പോയാലോ. ഈ വലിയ വണ്ടികളൊക്കെ ഇതേപോലെ പോകുന്നതാണ് ഇതിൽ കൂടെ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം, ഈ ലോറിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും പിടിച്ചു നിർത്തേണ്ട വലിയ ബുദ്ധിമുട്ട്. കാരണം ഇത്ര വെയിറ്റ് ഉള്ളതുകൊണ്ട് വണ്ടി നിരങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഇതേപോലെ നമ്മൾ ഈ ബ്രേക്കും ഇല്ല ടയറും ഇല്ലാണ്ട് സഡനായിട്ട് പിടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ 100% ബൈക്കുകാർ എന്തായാലും തെന്നിപ്പോകും. അപ്പോൾ ഇതാണ് പറഞ്ഞത്, ബ്രേക്കും ഇല്ല ബെല്ലും ഇല്ലാണ്ട് നമ്മൾ പോകാൻ നമ്മളാണ് നിരങ്ങിപ്പോൾ എന്തായാലും ഇടിക്കുള്ളൂ. അപ്പോൾ അത് നമ്മൾ അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാതെ നമുക്ക് തടയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തടയുക.
അതായത് പതുക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിർത്താൻ കുറേ ഗ്യാപ്പ് കിട്ടും. നമ്മൾ വളരെ അതായത് കുറച്ച് വൈകിയായിരിക്കും നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തുള്ളൂ. പക്ഷേ ഈ മഴയത്ത് തെന്നി വീണ് കയ്യും കാലും ഒടിയുന്നതിലും നല്ലത് പതുക്കെ ഒരു 5 മിനിറ്റ് വൈകിയാണെങ്കിൽ എത്തേണ്ടടുത്ത് എത്തുന്നതാണ്. അല്ലെങ്കിൽ 5 മിനിറ്റ് നേരത്തെ എത്തേണ്ട ആൾക്കാർ എന്താണെന്ന് പറയുക 15 മിനിറ്റ് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുക, എന്നിട്ട് പതുക്കെ സാവകാശം പോവുക, ടൈം മാനേജ് ചെയ്യാതെ. അതെ, ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർ ഇപ്പോൾ മഴയത്ത് പോവുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് നേരത്തെ ഇറങ്ങുക. കാരണം ഈ മഴക്കാലത്ത് റോട്ടിൽ, നമ്മുടെ ഇവിടുത്തെ റോട്ടിൽ ഭൂരിപക്ഷം റോട്ടിലും വെള്ളം തന്നെ ആയിരിക്കും. അത് മര്യാദയ്ക്ക് ഒഴുകി പോകാനുള്ള സംവിധാനം ഒന്നും വേറെ കുഴപ്പം എന്താന്ന് അങ്ങനെയുള്ള സമയത്ത് എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയർ ഒരു 30% റോട്ടിലായിരിക്കില്ല. പകുതി വെള്ളത്തിൻ്റെ പകുതി അല്ല, ഒരു 30% വെള്ളത്തിൻ്റെ മേലെ, ബാക്കി മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ സാധാ പോകുന്ന സ്പീഡിൽ പോയി കഴിഞ്ഞാൽ പാനിക്കായിട്ടൊരു ബ്രേക്ക് പിടിക്കേണ്ടി വന്നത് സാധാ പിടിക്കുന്ന പോലെ നിർത്താൻ പറ്റിയെന്ന് വരില്ല. പിന്നെ അതുമല്ല, ഇപ്പം അതാലോചിച്ചപ്പോൾ ഒന്നാമത് നമ്മുടെ റോട്ടിൽ കുണ്ടും കുഴിയാണ്. ഈ വെള്ളം മൂടിക്കിടക്കുമ്പോൾ എവിടെയാ കുഴി, ഏതാ ഇതെന്ന് അറിയത്തില്ല. അപ്പം എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പീഡിൽ പോവുകയാണെങ്കിൽ ചില സമയത്ത് താഴോട്ടേക്ക് അങ്ങ് പോകും. അത് പോയി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ്. മറ്റൊരു വീഡിയോ വിയറ്റ്നാമിൽ എങ്ങാണ്ടാന്ന് തോന്നുന്നു, ഒരു വീഡിയോ ഉണ്ടോ ഇതിലേക്ക് പോകുന്നതാണ്. ഒരു പാവം ഒരു സ്കൂട്ടറുകാരൻ ഒറ്റ ഡ്രെയിനേജുകളിലേക്ക് പോകുന്നല്ലേ, ഇതൊരു കഷ്ടത. അതാ പറഞ്ഞേ. അപ്പോൾ വേഗത കുറച്ച് പോവുക. പിന്നെ അടുത്തത് എനിക്ക് തോന്നുന്നു ലൈറ്റ് അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമല്ലേ. മഴക്കാലത്ത് ലൈറ്റിനൊരു വലിയ പ്രാധാന്യം ഇല്ലല്ലോ, ഉണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നില്ല ലൈറ്റ് ഒരു ലൈറ്റിൻ്റെ ഒരു പ്രശ്നം വരുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാത്രിയോ അല്ലെങ്കിൽ കോട പിടിച്ച് കിടക്കുമ്പോഴോ ആണ്. മഴക്കാലത്ത് ലൈറ്റിനൊരു വലിയ പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല. ഓക്കെ. പിന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല അത് എല്ലാവരും പിന്നെ അതൊന്നും ഒരു വലിയ പ്രശ്നമുള്ള കാര്യമില്ല. കാരണം ഈ വണ്ടികളിൽ എല്ലാത്തിലും ആ ഇലക്ട്രിക്കലി വേണ്ട സാധനങ്ങളൊക്കെ ഇത് ചെയ്ത് എന്താ പറയുക സേഫ്റ്റിയോടെ ഇതാക്കി മറ്റേ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. കാരണം ഇതെന്തായാലും കമ്പനിയിൽ നിന്ന് വരുമ്പോഴേ അവർക്ക് അറിയാമല്ലോ മഴക്കാലത്ത് ഓടിക്കേണ്ടതാണ്, അതിന് വേണ്ട ആവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ഇലക്ട്രിക്കലൊക്കെ എന്താ പറയുക കുറച്ചും കൂടെ. പിന്നെ ചെയ്യാൻ പറ്റിയൊരു കാര്യം, അതിലും എക്സ്പോസ് ആയിരിക്കുന്ന ഒരു സാധനം ബാറ്ററിയാണ്, ബാറ്ററി ടെർമിനല്. അത് എക്സ്പോസ് ആയിരിക്കുന്ന ഒരു സാധനമാണ്. അത് വേണമെങ്കിൽ ഒന്ന് ഇപ്പൊ കുറെ സാധനം കാണാലോ, വെച്ചൊന്ന് പ്രൂഫ് ചെയ്ത് വെക്കാൻ നല്ലതായിരിക്കും, കുറയും. അതെ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ടയറിന്റെ കാര്യം പറഞ്ഞ പോലെ ടയർ കുറച്ചും കൂടെ കാറ്റ് കുറച്ച് ഓടിക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? അതായത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സാധാരണ ഒരു ടയർ പ്രഷറിൽ ഓടിക്കുമ്പോൾ ഈ വെള്ളം ഇത് വന്ന് കിടക്കുന്നത് കൊണ്ടും അത് മൊത്തം ഗ്രിപ്പ് കിട്ടുന്നില്ലല്ലോ. അതിന് കുറച്ചും കൂടെ പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് താഴുമല്ലോ, അപ്പൊ ഗ്രിപ്പിനുള്ള കോണ്ടാക്ട് കുറച്ചും കൂടെ കിട്ടുമല്ലേ, അത് നല്ലൊരു തീരുമാനമായിരിക്കും. 1-2 അല്ലേ PSI കുറച്ച് ഓടിക്കുന്ന ഇപ്പോഴും നല്ലതായിരിക്കും. അത് നല്ലൊരു ഞാൻ എന്താ അറിയാ പെട്ടെന്ന് അതിനെ പറ്റി ചിന്തിക്കാത്ത നീ പറഞ്ഞപ്പോഴാണ് നമ്മൾ പൊതുവേ ഇവിടുത്തെ വണ്ടികളിലെല്ലാം 1-2 PSI അടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. പൊതുവേ ആ രീതിയിലാണ്. ഇപ്പോൾ മറ്റേല് ഞാനിപ്പോൾ 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 ബേക്കിൽ 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 26, 25 അത്രയൊക്കെ ഓടി. എന്റെ വണ്ടിയിൽ ഫ്രണ്ടിൽ 41 PSI എന്നല്ലേ എന്ന് പറഞ്ഞത്, ബേക്കില്. അതെന്ത് കണക്കാ? എനിക്ക് ആ റിമ്മിന്റെ വലിപ്പം കൂടുതൽ, അതിന് 18 കണ്ടല്ലോ പറയില്ലേ, 18, 19 കണ്ടല്ലോ. 41 വരുമോ എനിക്കറിയില്ല. അത്രയും വ്യാപ്തി കൂടുമ്പോൾ അത്രയും മാനുവലിൽ നോക്കേണ്ടി വരും. പക്ഷെ അന്ന് ഞാൻ അടിച്ചില്ല. ഞാൻ എന്നിട്ട് അന്ന് 38 എത്തിയപ്പോൾ ഞാൻ നിർത്തിയ സംഭവം. ഞാൻ 42 എത്തിച്ചില്ല, എനിക്ക് പൊട്ടിത്തെറിക്കുന്നു പേടിയായിട്ട്. പക്ഷെ പൊതുവേ അത് നമ്മളെ ഇച്ചിരി മറ്റേ ഇത് കുറച്ച് അടിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ റോട്ടിൽ കൂടെ കട്ടറുള്ള റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ അതെപ്പോഴും ഗുണമേ ചെയ്യുള്ളൂ. പിന്നെ ഹൈവേയിലൊക്കെ കണ്ടിന്യൂസ് റൈഡ് ചെയ്യുന്ന സമയത്താണ് ഈ മറ്റേ ടയർ കൃത്യം അടിച്ചിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുള്ളൂ. നമ്മുടെ ഈ ലോക്കൽ ഓട്ടത്തിനും പിന്നെ നമ്മുടെ രീതിയിലുള്ള ഒരു ഓടിക്കലിനും 1-2 PSI കുറച്ചടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇലക്ട്രിക്കലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഈ വണ്ടിയെ അത്ര കാര്യമായിട്ട് ഇതിൽ അഴിച്ചു പണിയാൻ കഴിവുള്ളവർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് ഈ ഇലക്ട്രിക് ഗ്രീസ് അടിക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവൻ പറഞ്ഞ പോലെ സാധാ ഇതിൽ അടിച്ചാലും മതി, എല്ലാ ഗ്രീസും എടുത്തിട്ട് അടിക്കരുത്. ഈ ഡൈഇലക്ട്രിക് തന്നെയാണോ നോക്കണം, ഡൈഇലക്ട്രിക് അല്ലെങ്കിൽ സിലിക്കോൺ ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഡൈഇലക്ട്രിക് വാങ്ങാൻ അതായിരിക്കും നല്ലത്. അത് റോയൽ എൻഫീൽഡിന്റെ ഒക്കെ ഉണ്ടെന്നാണ്. അവരൊക്കെ ഇവിടെ പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന് അറിയത്തില്ല.
പക്ഷെ കിട്ടും, ഓൺലൈനിലൊക്കെ ഉണ്ട് സാധനം. അല്ലെങ്കിൽ ഓൺലൈൻ ഷെല്ലിന്റെ അല്ലെങ്കിൽ മറ്റേ പിന്നെ ഡയലിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ മിക്കപ്പോഴും സിലിക്കോൺ ഗ്രീസ് ആയിരിക്കും വരുന്നത്, അത് അടിച്ചാലും മതി. പിന്നെ ഇനി എന്താണ് വേറെ എന്തൊക്കെയാണ് ഉണ്ടാവുക ശ്രദ്ധിക്കണ്ടേ മഴയത്ത്? അല്ല, എനിക്ക് പ്രധാനപ്പെട്ട എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഭൂരിപക്ഷം പേരും, ഭൂരിപക്ഷമല്ല എല്ലാവരും നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയർ നല്ലതാണോ നോക്കുക, ബ്രേക്കിൻ്റെ കാര്യം നോക്കുക, ചെയിനും നോക്കുക, പിന്നെ പറ്റുവാണെങ്കിൽ നല്ല റൈഡിങ് ഗിയർ ഉപയോഗിക്കുക. ഈ സാധനങ്ങൾ മതി. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പെർഫെക്റ്റ് ആക്കണം, സംഭവങ്ങൾ ഇതാക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പം എനിക്ക് വേറെ കാര്യം വന്നു, മറ്റേ എയർ ഫിൽറ്ററിൻ്റെ കാര്യം സ്ഥിതി എന്തായിരിക്കും? എയർ ഫിൽറ്ററിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നില്ല വലിയ ഭൂരിപക്ഷം പേർക്കും പ്രശ്നം വരുന്നു. അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോണം. ഭൂരിപക്ഷം ബൈക്കുകളുടെ എയർ ഫിൽറ്റർ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിൻ്റെ അതായത് വണ്ടിയുടെ നടുവിലായിട്ടാണ്. ഭൂരിപക്ഷം സമയം നടുവിൽ അവരെ വെള്ളത്തിൽ ഇറക്കത്തില്ല. കാരണം ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തന്നെ ഈ കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായാലും ആലോചിക്കുമല്ലോ. അതായത് ഈ വണ്ടി ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെയൊക്കെ ഓടിക്കുക, അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും, ഇത് പരിഹരിച്ച് എങ്ങനെ ഇതാക്കാം. അതുകൊണ്ടാണ് ഭൂരിപക്ഷം വണ്ടികളുടെ. പിന്നെ സ്കൂട്ടറുകളാണെങ്കിലാണ് അവിടെ പ്രശ്നം വരിക. ചിലപ്പോൾ സ്കൂട്ടറിന്റെ അടിയിലാണ്, അത് പ്രശ്നമാണ്. അപ്പോൾ അത്രയും മുക്കി ഓടിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത്രയും മുങ്ങിയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ സ്വന്തം അഴിക്കാറങ്ങി അഴിച്ച് തുറന്നു നോക്കുക. കാരണം അത് നനഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എഞ്ചിനിലേക്ക് കയറും, പിന്നെ അത് വേറെ പ്രശ്നത്തിലേക്ക് വരും. അതായത് ഇൻ കേസ് ഇതേപോലെ സ്കൂട്ടർ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വണ്ടി ഓഫാക്കിയിട്ട് ഏറ്റവും ആദ്യം സ്കൂട്ടർ ആകുമ്പോൾ പിടിച്ച് പൊക്കി ഇതാക്കാമല്ലോ. അതായത് വണ്ടി മുകളിലേക്ക് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വലിച്ചെടുത്ത വെള്ളം പകുതി ഒഴിക്കുള്ളതെല്ലാം ഊർന്ന് താഴേക്ക് വരും. അല്ല, ഒരു കുഴപ്പമുണ്ട്, ഈ സ്കൂട്ടറുകളുടെ ഒക്കെ ഇതിരിക്കുന്നത് ഫ്രണ്ടിലോട്ടേക്കായിട്ട്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ ഇറങ്ങിപ്പോയില്ലേ, അപ്പോൾ സാധനം ബോക്സ് ഊരണം. പിന്നെ എന്താന്ന് ഞാൻ പറഞ്ഞത് തന്നെ, ഇപ്പൊ നമ്മൾ പെട്ടെന്ന് വെള്ളം കയറിയതാണെങ്കിൽ ഈ വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഇതാക്കിയിട്ട് എഞ്ചിൻ ഓൺ ആക്കി കഴിഞ്ഞാൽ കത്തി വെള്ളം അത് പെട്ടെന്ന് ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് വെള്ളത്തിൽ പോയിട്ട് നമ്മൾ അപ്പൊ തന്നെ ഓഫാക്കി എടുത്ത് മാറ്റുകയാണെങ്കിൽ ഇത് കത്തിച്ചളയാൻ പറ്റും. ഇത് 5 മിനിറ്റ് വെള്ളത്തിൽ മുങ്ങിക്കിടന്ന സാധനമാണെങ്കിൽ വലിച്ച് അത്യാവശ്യം വെള്ളം വലിച്ചെടുക്കും. മറ്റേ ഈ എക്സ്പൾസ് കൊണ്ട് ഓഫ് റോഡ് പോയിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ കുറെ പേര് വെള്ളത്തിൽ കൂടെ ഒക്കെ മുങ്ങി ചിലത് വീണു പോകും, വെള്ളത്തിൽ മുങ്ങിപ്പോകും വണ്ടി. അവർ ചെയ്യുന്നതാണ് പറഞ്ഞ അവര് പക്ഷെ ചെയ്യുന്നതാണ് നേരെ തിരിക്കുക ചെയ്യുക, എക്സോസ്റ്റിന്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളം കളയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ കുറച്ച് വെള്ളം കയറി പെട്ടെന്ന് നമുക്ക് കത്തിച്ചാലും പറ്റും. കാരണം എഞ്ചിൻ ചൂടായിരിക്കുന്നതുകൊണ്ട് വെള്ളം അത് കത്തിപ്പോവും. അങ്ങനെ എങ്ങാനും. പക്ഷെ ഇത് വാട്ടർ ലോക്ക് ആയി പോയി കഴിഞ്ഞാൽ വലിച്ച് വെള്ളം മുഴുവൻ കയറ്റി പിസ്റ്റന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുടുങ്ങി കഴിഞ്ഞാൽ നല്ലൊരു ചെലവ്. പിന്നെ പിസ്റ്റൺ അനങ്ങൂല. കാരണം എയർ കംപ്രസ് ആവുന്നപോലെ ഇത് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അപ്പോഴും ഇതാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ സംഭവം പതുക്കെ, അതായത് പൊക്കി പിടിച്ചിട്ട് ഇതേപോലെ പതുക്കെ സ്റ്റാർട്ടർ അടിച്ചടിച്ച് ഇത് കറങ്ങുന്ന സമയത്ത് വെള്ളം കുറച്ചായിട്ട് പുറത്തിറക്കാൻ പറ്റും. അത് ഭാഗ്യം. പക്ഷെ എന്താ കുഴപ്പമെന്ന് അങ്ങനെയൊക്കെ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എഞ്ചിൻ അഴിച്ച് പണിയിട്ട് വരും. കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ മഴവെള്ളം അഴുക്ക് പിടിച്ച വെള്ളത്തിന്റെ കുഴപ്പം എന്താണ്, വെള്ളം മാത്രമല്ല അതിൻ്റെ അഴുക്കും കൂടെ അതിൻ്റെ അകത്ത് കയറും, എഞ്ചിൻ ഓയിലിൽ മിക്സ് ആവും ഇത് അഴുക്ക്. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പം പൊതുവെ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ, വെള്ളത്തിൽ ഇതായി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യും, എന്നിട്ട് ഒരു പഴഞ്ചൻ എഞ്ചിൻ ഓയിൽ ഒഴിച്ചിട്ട് മൊത്തം സർക്കുലേറ്റ് ചെയ്ത് അത് ഡ്രെയിൻ ചെയ്യും. അങ്ങനെ കുറെ വട്ടം ഡ്രെയിൻ ചെയ്ത് ക്ലീൻ ആക്കണം. അത് എന്നാലേ നടക്കുള്ളൂ. പരമാവധി ചെയ്യാൻ പറ്റിയ കാര്യമാണ്. സംശയം തോന്നുകയാണ് അല്ലെങ്കിൽ ഭയങ്കര ആഴാന്ന് തോന്നിക്കഴിഞ്ഞാൽ അതുവഴി പോകാതിരിക്കുക. വെറുതെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എനിക്ക് എൻ്റെ മനസ്സിൽ വേറെ ഒന്നും വരുന്നില്ല. അതൊക്കെ എന്തെങ്കിലും അല്ല, എൻ്റെ മനസ്സിൽ എനിക്ക് പറയാനുള്ള മെയിനായിട്ട് വീണ്ടും ടയറ്, ബ്രേക്ക്, ചെയിന്, നല്ല ഗിയേഴ്സ്, ഇത് മതി. ഇതുണ്ടെങ്കിൽ തന്നെ നമ്മൾ സെറ്റാണ്. ഒരു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ശ്രദ്ധയോടെ വണ്ടി ഓടിക്കാന്നുള്ളത്, വളരെ പതുക്കെ വണ്ടി ഓടിക്കുക. സമയം വൈകുന്ന ആൾക്കാർ നേരത്തെ ഒരു 5-10 മിനിറ്റ് നേരത്തെ ഇറങ്ങാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ നിസ്സാരമായ കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അധികം അതന്നെ വേറെ വേഗതയിൽ പോകാതിരിക്കുക, അധികം വണ്ടികളുടെ പുറകിൽ അടുത്ത് കയറുന്ന പോകാതിരിക്കുക. ഒരു സൈഡ് വെച്ചിട്ട് നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി. മഴക്കാലാണ്, ബ്രേക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. ഞാൻ എന്നെ തന്നെ ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അവസാനം നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ശ്രദ്ധയോടെ, മഴക്കാലത്ത് കുറച്ചും കൂടെ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കാന്നുള്ളൂ. സാധാരണ ഓടിക്കുന്നതിൽ കുറച്ചും കൂടെ കൂടുതൽ ഡിഫെൻസീവ് റൈഡറായിട്ട് പോവുക, അത്രേ ഉള്ളൂ. സ്പീഡിൽ പോകുന്നവരൊക്കെ അവരുടെ വഴിക്ക് വിട്ടോളുക. അതായത് വെച്ചാൽ മത്സരിക്കാനോ ഇതിനോ നിൽക്കരുത്. 5 മിനിറ്റ് വൈകി എത്തിയാലെത്തും. നമ്മൾ ജീവൻ പോയി കഴിഞ്ഞാൽ എവിടെ എത്തണം എന്ന് പറഞ്ഞാലും ഇട്ടിട്ടും കാര്യമില്ല. അതെ. അപ്പോൾ മഴക്കാലത്ത് എല്ലാവരും സുരക്ഷിതരായിട്ട് വണ്ടി ഓടിക്കുക.
മഴക്കാലം ആസ്വദിക്കുക. വീണ്ടും സന്ധിക്കും വരെ വണക്കം.